Good morning, my dear children. Welcome to our English class. Did you draw poster in your notebook? I think all of you draw poster in your notebook. Okay, let's start our new chapter. The name of our chapter is The Book of Nature. This chapter is in the form of a letter written by Jawaharlal Nehru to his 12-year-old daughter Indira in the summer of 1928. Letters from a father to his daughter is a collection of letters written by Jawaharlal Nehru. At that time, Nehru was in Allahabad and Indira was in Mussoorie. Nehru used to write letters from time to time to Indira. The Book of Nature is one of those letters. നമ്മുടെ ന്യൂ ചാപ്റ്ററായ ദ ബുക്ക് ഓഫ് നേച്ചർ എന്താണ്? ഒരു ലെറ്ററിൻ്റെ രൂപത്തിലാണ്. ലെറ്റർ ജവഹർലാൽ നെഹ്റു, നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററായ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ ലെറ്ററാണ്. ഈ ലെറ്റർ എഴുതുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു അലഹബാദ് ജയിലിലായിരുന്നു സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട്. ഇന്ദിരാഗാന്ധി മുസ്സോറിയിലായിരുന്നു. അപ്പോൾ അവർക്ക് ഡയറക്റ്റ് ടോക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് നെഹ്റു കത്തുകൾ എഴുതി. ആ കത്തുകളൊക്കെ ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ എന്നുള്ള കളക്ഷനായിട്ട് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ദ ബുക്ക് ഓഫ് നേച്ചർ ഈസ് വൺ ഓഫ് ദോസ് ലെറ്റർ. അതിലെ ഒരു ലെറ്ററാണ് എന്ത്? ദ ബുക്ക് ഓഫ് നേച്ചർ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ chapter. All of you take your textbook, page number 89. Look at your textbook. The Book of Nature. When you and I are together, you often ask me questions about many things and I try to answer them. When you and I are together, നമ്മൾ ഒരുമിച്ചുള്ളപ്പോൾ you often ask me question about many things and I try to answer them. നീ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. about many things, ഒരുപാട് കാര്യങ്ങളെ പറ്റി. കുറേ ഡൗട്ടുകളാണ് ഇന്ദിരാഗാന്ധിക്ക്. ആ ഡൗട്ടുകളൊക്കെ ഫാദറിനോട് ചോദിക്കും. I try to answer them. ഞാൻ എല്ലാറ്റിനും ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. Now that you are at Mussoorie and I am in Allahabad, we cannot have these talks. Now that you are at Mussoorie, ഇപ്പോൾ എവിടെയാണ്? യു ആർ ഇൻ മുസ്സോറി. നീ മുസ്സോറിയിലും ഐ ആം ഇൻ അലഹബാദ്, ഞാൻ അലഹബാദിലുമാണ്. വി കനോട്ട് ഹാവ് ദീസ് ടോക്സ്, നമുക്ക് ഈ ഡയറക്റ്റ് ടോക്ക് സാധിക്കുന്നില്ല. ഐ ആം ദെർഫോർ ഗോയിങ് ടു റൈറ്റ് ടു യു ഫ്രം ടൈം ടു ടൈം ഷോർട്ട് അക്കൗണ്ട് ഓഫ് ദ സ്റ്റോറി ഓഫ് അവർ എർത്ത്. I am therefore going to write you. So I decided to write to you. ഞാൻ നിനക്ക് എഴുതാൻ തീരുമാനിച്ചു. എന്തിനെ പറ്റിയിട്ട്? ഷോർട്ട് അക്കൗണ്ട് ഓഫ് ദ സ്റ്റോറി ഓഫ് അവർ എർത്ത്. ഭൂമിയുടെ കഥകളെ പറ്റിയിട്ട്, ഭൂമിയെ പറ്റിയിട്ടും ഭൂമിയുടെ കഥകളെ പറ്റിയിട്ടുമാണ് ഞാൻ എഴുതാനായിട്ട് തീരുമാനിച്ചത്. പല കാര്യങ്ങളും പറ്റി എഴുതാൻ തീരുമാനിച്ചു. ഒരു കാര്യം എഴുതാൻ തീരുമാനിച്ചത് ഭൂമിയെ പറ്റിയിട്ടും ഭൂമിയുടെ കഥകളെ പറ്റിയിട്ടുമാണ്. ഈ ഒരു ലെറ്ററിൽ ഭൂമിയെ പറ്റിയിട്ടാണ് നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് എഴുതുന്നത്. I am afraid I can only tell you very little in these letters of mine, but that little I hope will interest you and make you think of the world as a whole and of other peoples in it as our brothers and sisters. I am afraid I can only tell you very little in these letters of mine. എൻ്റെ ഈ ലെറ്ററിൽ വളരെ കുറച്ച് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ എന്നൊരു പേടി എനിക്കുണ്ട്, എന്നൊരു വിഷമം എനിക്കുണ്ട്. ബട്ട് ദാറ്റ് ലിറ്റിൽ ഐ ഹോപ്പ് വിൽ ഇൻട്രസ്റ്റ് യു. മേക്ക് ഇൻട്രസ്റ്റ് യു. എന്നാൽ ആ കുറച്ച് നിന്നിലൊരു ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കും. ആൻഡ് മേക്ക് യു തിങ്ക് ദാറ്റ് വേൾഡ് ആസ് എ ഓൾ ആൻഡ് ഓഫ് അതർ പീപ്പിൾ ഇൻ ഇറ്റ്സ് ആസ് അവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ. എന്നാൽ ആ ഒരു കുറച്ചിൽ നീ എന്ത് ചിന്തിക്കും? ഭൂമി ഒരു മൊത്തമായിട്ട്, ഭൂമി ഒന്നാണെന്നും അതിലെ ജനങ്ങൾ എൻ്റെ സഹോദരന്മാരാണെന്ന് ചിന്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വെൻ യു ഗ്രോ അപ്പ് യു വിൽ റീഡ് അബൌട്ട് ദ സ്റ്റോറി ഓഫ് എർത്ത് ആൻഡ് ഹെർ പീപ്പിൾസ് ഇൻ ഫാറ്റ് ബുക്ക്. വെൻ യു ഗ്രോ അപ്പ്, നീ വളരുമ്പോൾ നീ എർത്തിൻ്റെ സ്റ്റോറീനെ പറ്റിയിട്ട് എന്ന് വായിക്കും? ഫ്രം ഫാറ്റ് ബുക്ക്, വലിയ തടിച്ച പുസ്തകത്തിൽ നിന്ന് വായിക്കും. വെൻ യു ഗ്രോ അപ്പ്
You will read about the story of Earth and her people in fat book. എർത്തിനെ പറ്റി മാത്രമല്ല എർത്തിലുള്ള ജനങ്ങളെയൊക്കെ പറ്റിയിട്ട് വലിയ വലിയ ബുക്കുകളിൽ നിന്ന് വായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. You will find it more interesting than any other story or novel that you may have read. You will find it more interesting. അതെന്താണ്? more interesting than any other story or novel that you may have read. നീ വായിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്തിനേക്കാളും വേറെ സ്റ്റോറി നോവലും വായിക്കുന്നതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം സ്റ്റോറി ഓഫ് എർത്ത് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ എനി അതർ സ്റ്റോറി ഓർ നോവൽ. സ്റ്റോറി ഓഫ് എർത്ത് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഭൂമിനെ പറ്റിയുള്ള സ്റ്റോറി. ബാക്കി എല്ലാ സ്റ്റോറികളും നോവലിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആണ് ഭൂമിയുടെ കഥ. You read history in books, but in old times when man did not exist, surely no books could have been written. You read history in books. ഹിസ്റ്ററി ചരിത്രങ്ങളൊക്കെ നീ ബുക്കിൽ നിന്ന് വായിക്കും. ബട്ട് ഇൻ ഓൾഡ് ടൈം വെൻ മാൻ ഡിഡ് നോട്ട് എക്സിസ്റ്റ് ഷുവർലി നോ ബുക്ക് കുഡ് ഹാവ് ബീൻ റിട്ടൺ. എന്നാൽ മനുഷ്യനുണ്ടാകുന്നതിനേക്കാൾ മുന്നേ ഒരു ബുക്കുകളും ഉണ്ടായിട്ടില്ല. മനുഷ്യനുണ്ടായതിന് ശേഷം മാത്രമാണ് ബുക്കുകളൊക്കെ പ്രിന്റ് ചെയ്തത്. പക്ഷെ മനുഷ്യനുണ്ടാവുന്നതിനേക്കാൾ മുന്നേ ഭൂമി ഉണ്ടായിരുന്നു. ഹൗ ദെൻ ക്യാൻ വി ഫൈൻഡ് ഔട്ട് വാട്ട് ഹാപ്പൻ ദെൻ? ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് വാട്ട് ഹാപ്പൻ ദെൻ? എങ്ങനെ അപ്പോൾ ആ കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് അറിയാൻ സാധിക്കും? We cannot merely sit down and imagine everything. We cannot merely sit down and imagine everything. നമുക്ക് വെറുതെ ഇരുന്ന് എല്ലാറ്റിനെ പറ്റിയും ചിന്തിക്കാൻ സാധിക്കില്ല. This would be very interesting for we could imagine anything we wanted to and would thus make up the most beautiful fairy tale. It would be very interesting for we could imagine anything. We can imagine anything. That is very interesting. നമുക്ക് എന്തിനെ പറ്റിയിട്ട് വേണമെങ്കിലും ചിന്തിക്കാം. It would be very interesting. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ബട്ട് വി ക്യാൻ മേക്ക് അപ്പ് ദ മോസ്റ്റ് ഫെയറി ടെയിൽ. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തുണ്ടായിരിക്കും? ഇറ്റ് വുഡ് ബി എ സ്റ്റോറി. അതൊരു കഥ മാത്രമായിരിക്കും, ഒരു ഫെയറി ടെയിൽസ് പോലുള്ള കഥ മാത്രമായിരിക്കും. ബട്ട് ദിസ് നീഡ് നോട്ട് ബി ട്രൂ ആസ് ഇറ്റ് വുഡ് നോട്ട് ബി ബേസ്ഡ് ഓൺ എനി ഫാക്ട്സ് ദാറ്റ് വി ഹാഡ് സീൻ. അങ്ങനെ നമ്മൾ വെറുതെ ഇരുന്ന് ചിന്തിക്കുന്നത് വെറും ഒരു ഫെയറി ടെയിൽ ആയിരിക്കും. ഇറ്റ് നീഡ് നോട്ട് ബി ബേസ്ഡ് ഓൺ എനി ഫാക്ട്സ്. അതൊരു ഫാക്റ്റ്, സത്യത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കില്ല. ഇറ്റ് നീഡ് നോട്ട് ബി എ ട്രൂ. അതൊരു സത്യമായിരിക്കില്ല, ഒരു സത്യത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയും ആയിരിക്കില്ല. ബട്ട് ഓൾദോ വി ഹാവ് നോ ബുക്സ് റിട്ടൺ ഇൻ ദോസ് ഫാർ ഓഫ് ഡേയ്സ്, ഫോർച്ചുനേറ്റ്ലി വി ഹാവ് സംതിങ് വിച്ച് ടെൽ us a great deal as well. But although we have no books written in those far off days, പണ്ട് കാലത്ത് ബുക്കുകളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഫോർച്ചുനേറ്റ്ലി വി ഹാവ് സംതിങ് വിച്ച് ടെൽ യു ഗ്രേറ്റ് ഡീൽ ആസ് വെൽ. എന്നാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓൾമോസ്റ്റ് എ ബുക്ക് വുഡ്, ബുക്ക് പോലെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ക്യാൻ യു ഇമാജിൻ? നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? ബുക്കുകളൊക്കെ പ്രിന്റ് ചെയ്യണേക്കാളും മുന്നേ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് അതും നമ്മളോട് കഥ പറയും. അതെന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ബുക്ക് ഉണ്ടാവണേക്കാളും മുന്നേ എന്തൊക്കെ ഉണ്ടായിരുന്നു ഈ ഭൂമിയിൽ? കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഈ പാറകൾ, സമുദ്രങ്ങൾ, ഇതൊക്കെ ബുക്ക് ഉണ്ടാവണേക്കാളും മുന്നേ ഉണ്ടായിരുന്നതാണ്. അതും നമ്മൾക്ക് കഥകൾ പറയാൻ സാധിക്കും. വി ഹാവ് റോക്സ് and mountains and seas and stars and rivers and desert and the fossils of old animals. These and other like things are our books for the Earth's early story. എന്തൊക്കെയാണ്? റോക്സ്, പാറകൾ, മൗണ്ടെയിൻസ്, മലകൾ, ആൻഡ് സീസ്, കടലുകൾ, ആൻഡ് സ്റ്റാർസ് ആൻഡ് റിവേഴ്സ്, പുഴകളും നക്ഷത്രങ്ങളും, ആൻഡ് ഡെസേർട്ട്, മരുഭൂമി, ആൻഡ് ഫോസിൽസ് ഓഫ് ഓൾഡ് എനിമൽ. ഫോസിൽ നമുക്കറിയാം അല്ലേ, ചത്ത മൃഗങ്ങളുടെയൊക്കെ അസ്ഥികൾ. അതൊക്കെ പരിശോധിച്ചാൽ എന്തറിയാൻ സാധിക്കും? ആ കാലത്തെ ജനങ്ങളെ പറ്റിയിട്ടും ആ കാലത്തെ ജീവിത രീതികളെ പറ്റിയിട്ടും ആ കാലത്ത് ഉണ്ടായിരുന്ന എന്തൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു അതൊക്കെ പറ്റിയിട്ട് അതിൻ്റെ എത്ര വർഷം പഴക്കമുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ദീസ് ആൻഡ് അതർ ലൈക്സ് തിങ്സ്, ദീസ് തിങ്സ് ആർ അവർ ബുക്സ് ഓഫ് എർട്സ് ഏർലി ബുക്സ്. ദീസ് ആർ ദി എർട്സ് ഏർലി ബുക്ക്. ഈ കാര്യങ്ങളൊക്കെയാണ് എന്ത്? എർത്തിൻ്റെ, ഭൂമിയുടെ പണ്ടത്തെ ബുക്കുകൾ. ഇതിലൂടെ നമുക്ക് ഭൂമിയെ പറ്റിയിട്ട് അറിയാനായിട്ട്
സാധിക്കും. ആൻഡ് the real way to understand this story is not merely to read about it in other people's books, but to go to the great book of nature itself. The real way to understand these things, ശരിയായ വഴി ഇതിനൊക്കെ പറ്റിയിട്ട് നമുക്ക് അറിയണമെങ്കിൽ നോട്ട് മിയർലി റീഡ് അബൌട്ട് അതർ പീപ്പിൾ ബുക്ക്, വേറെ ആൾക്കാർ ഇതിനൊക്കെ പറ്റി എഴുതിയ ബുക്കുകൾ വായിക്കുക മാത്രമല്ല, ഗോ ടു ദ ഗ്രേറ്റ് ബുക്ക് ഓഫ് നേച്ചർ ഇറ്റ് സെൽഫ്, നേച്ചറിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ ഓരോന്നിനെയും സൂക്ഷ്മമായി പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിനെ പറ്റിയിട്ട് അറിയാൻ സാധിക്കുള്ളൂ. ഈ റോക്സിനെ പറ്റിയിട്ട്, മൗണ്ടനെ, സ്റ്റാർസിനൊക്കെ പറ്റിയിട്ട് ഒരുപാട് ബുക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. അത് വെറുതെ ഇന്ന് വായിച്ചാൽ മാത്രം പോരാ, അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെങ്കിൽ നേച്ചറിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓരോന്നിനെയും എടുത്ത് പരിശോധിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിനെ പറ്റി കൂടുതൽ അറിയാൻ സാധിക്കുള്ളൂ എന്നാണ് നെഹ്റു പറയുന്നത്. You will, I hope, soon begin to learn how to read this story from the rocks and mountains. You will, I hope, ഞാൻ പ്രതീക്ഷിക്കുന്നു, soon begin to learn how to read this story from the rocks and mountains. നീ ഇപ്പോൾ തന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് ഈ റോക്സിൻ്റെയും മൗണ്ടൻസിൻ്റെയൊക്കെ സ്റ്റോറി വായിക്കുക എന്നുള്ളത്. നീ ഇപ്പോൾ തന്നെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇമാജിൻ ഹൗ ഫാസിനേറ്റിംഗ് ഇറ്റ് ഈസ്. ഇമാജിൻ, ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഹൗ ഫാസിനേറ്റിംഗ് ഇറ്റ് ഈസ്, എന്തൊരു ആകർഷണീയമാണിത്. Every little stone that you see lying on the road or on the mountainside may be a little page in nature's book and may be able to tell you something. A very little stone that you see lying on the road, റോഡ് സൈഡിൽ കാണുന്ന ഒരു കല്ലോ മൗണ്ടൻ സൈഡിൽ കാണുന്ന ഒരു കല്ലോ ഒക്കെ മേ ബി എ ലിറ്റിൽ പേജ് ഇൻ നേച്ചേഴ്സ് ബുക്ക്, നേച്ചറിൻ്റെ ബുക്കിൽ ഒരു പേജാണ്. ഓരോ കല്ലുകളും ഓരോ പുല്ലും അതൊക്കെ എന്താണ്, ഭൂമിയുടെ ബുക്കിൽ ഒരു പേജാണ്. മേ ബി ഏബിൾ ടു ടെൽ യു സംതിങ്, എന്തെങ്കിലുമൊക്കെ അതിനും പറയാനുണ്ടായിരിക്കും. ഇഫ് യു ഓൺലി ന്യൂ ഹൗ ടു റീഡ് ഇറ്റ്, എങ്ങനെയാണ് വായിക്കുക എന്നറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കതിനെ വായിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓരോ ഭൂമിയുടെ വലിയ ബുക്കിലെ ഓരോ കാര്യങ്ങളും ഓരോ പേജുകളാണ്. ഒരു സ്റ്റോണോ ഒരു റോക്കോ ഒക്കെ ഓരോ പേജുകളാണ്. അതിനൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. അതറിയണമെങ്കിൽ അതെങ്ങനെയാണ് വായിക്കുക എന്ന് അറിഞ്ഞിരിക്കണം. To be able to read any language, Hindi or Urdu or English, you may have to learn its alphabets. To able to read any language, ഏത് ലാംഗ്വേജ് ആയാലും, ഹിന്ദി, ഉറുദു, ഇംഗ്ലീഷ് ആയാലും ഏത് ലാംഗ്വേജ് ആയാലും, ഫസ്റ്റ് യു മസ്റ്റ് ലേൺ ഇറ്റ്സ് ആൽഫബറ്റ്. അതിൻ്റെ ആൽഫബറ്റ് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കത് വായിക്കാൻ സാധിക്കുള്ളൂ. So also you must learn the alphabet of nature before you can read her story in her book of stone and rock. So you must learn alphabet of nature. അതുകൊണ്ട് നീ എന്തായാലും നേച്ചറിൻ്റെ ആൽഫബറ്റ് പഠിച്ചിട്ടുണ്ടായിരിക്കണം ബിഫോർ യു ക്യാൻ റീഡ് ഹെർ സ്റ്റോറി ഇൻ ഹെർ ബുക്ക് ഓഫ് സ്റ്റോൺ ആൻഡ് റോക്ക്. റോക്കിൻ്റെയും സ്റ്റോണിൻ്റെയും ഒക്കെ ബുക്കുകൾ വായിക്കുന്നേക്കാളും മുന്നേ എന്ത് പഠിച്ചിട്ടുണ്ടായിരിക്കണം, ആൽഫബറ്റ് പഠിച്ചിട്ടുണ്ടായിരിക്കണം. Even now perhaps you know a little how to read this. Even now perhaps, ഇപ്പോൾ ചിലപ്പോൾ നിനക്ക് അറിയാമായിരിക്കാം how to read this, എങ്ങനെയാണ് ഇത് വായിക്കുക എന്ന് നിനക്ക് അറിയുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ. അല്ലെങ്കിൽ നീ എന്തായാലും അത് പഠിച്ചെങ്കിൽ മാത്രമേ നിനക്ക് വായിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് നെഹ്റു പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റോപ്പ് ഹിയർ. ഓൾ ഓഫ് യു read this part again. Underline difficult words in your textbook. Read silently.
finish. After this class, all of you read it again. Write the difficult words in your notebook. Try to find out the answers of side question. Try to find out the answers of side question. Write the answer in your notebook. Okay. Thank you.